Hello everyone, welcome to another video. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഫോട്ടോ നോക്കി തെറ്റിദ്ധരിക്കരുത്. സ്റ്റൈൽസ് ആൻഡ് ഫോർമാറ്റിംഗ് ചെയ്യും, ഇൻഡെക്സ് ആൻഡ് ടേബിൾ ചെയ്യും. മെയിൽ മെർജ് ഞാൻ വേറെ വീഡിയോ ഇടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ മെയിൽ മെർജ് വേണ്ടവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ മോഡൽ എക്സാമിന് വന്ന ക്വസ്റ്റൻസ് ആണ് ആ കാര്യം മറക്കരുത്. പിന്നെ മക്കളെ ഈ കാണുന്ന വീഡിയോസ് അല്ലാതെ ബാക്കി എല്ലാ വീഡിയോസും മെയിൽ മെർജ് അല്ലാണ്ട് എല്ലാ വീഡിയോസും ഇത് ഇൻക്ലൂഡഡ് എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ മെയിൽ മെർജ് വരുന്നതായിരിക്കും. അപ്പോൾ ആ കാര്യം മറക്കരുത്. തിയറി ഉണ്ട്, പിന്നെ ലൈവ് ഉണ്ട്, ആ കാര്യം മറക്കരുത്. അടിപൊളിയായിട്ട് എക്സാം എഴുതും. ഓക്കെ, പിന്നെ മക്കളെ നിങ്ങൾക്ക് ഒരു കാര്യമുണ്ട്, +1 നിങ്ങൾ അഡ്മിഷൻ എടുക്കുകയാണ്. +1 സയൻസ് ആയിക്കോട്ടെ, കൊമേഴ്സ് ഉണ്ട്, സയൻസ് ഉണ്ട്, നീറ്റ് ഉണ്ട്, JEE ഉണ്ട്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യുകയാണെങ്കിൽ SLC നിങ്ങൾക്ക് ശക്തി ക്രാഷ് ബാച്ച് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും. ജോയിൻ ചെയ്യാൻ മറക്കണ്ട. ഡീറ്റെയിൽസ് താഴെ കൊടുത്തിട്ടുണ്ട്, നമ്പർ കോൺടാക്ട് ചെയ്യുന്നത് താഴെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, റെഡി? അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ നിങ്ങൾ +1 +2 നീറ്റ് റെസിഡൻഷ്യൽ ക്യാമ്പസിൽ എക്സാമിനറോട് വന്ന് പഠിക്കണം, നമ്മുടെ ക്ലാസ് ഓഫ്ലൈനായി കണ്ടു പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ വേദന ജോയിൻ ചെയ്തോളൂ. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വെറുതെ വിളിച്ച് ജോയിൻ ചെയ്യാനല്ല, നിങ്ങൾക്ക് എൻട്രൻസ് എക്സാം എഴുതി ആ ലാസ്റ്റ് കുറച്ച് സീറ്റ്സ് ഉള്ളൂ, അത് നിങ്ങൾ മാർക്ക് എഴുതി മേടിക്കണം. നിങ്ങൾക്ക് സ്കോളർഷിപ്പ് വരെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളത് ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, റെഡി? അപ്പോൾ നമുക്ക് കുറേ ആക്ടിവിറ്റീസ് ഉണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ബേസിക്കലി ആദ്യം തന്നെ മനസ്സിലാക്കണം, നമുക്ക് സ്റ്റൈൽസും ഫോർമാറ്റിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഹെഡിങ്ങിൻ്റെ സ്റ്റൈൽ കൊടുക്കുക, ഹെഡിങ്ങിൻ്റെ സ്റ്റൈൽ മാറ്റുക, പിന്നെ ടേബിൾ ഓഫ് കണ്ടന്റ് ഇൻഡെക്സ് കൊടുക്കുക. ഓക്കെ, അതാണ് ബേസിക്കലി സംഭവങ്ങൾ. ഹെഡിങ് എഡിറ്റ് ചെയ്യാനുണ്ട്, ഹെഡിങ് കൊടുക്കാനുണ്ട്. വളരെ സിമ്പിൾ സംഭവം കേട്ടോ. ഇവർ പറഞ്ഞിരിക്കുന്നത് എന്താണ്? magazine.ott ഓപ്പൺ ചെയ്യുക, അതിൽ നമുക്ക് ടേബിൾ ഓഫ് കണ്ടൻസ് ആൻഡ് ഇൻഡെക്സ് കൊടുക്കണം. ഈ ടേബിൾ ഓഫ് കണ്ടൻസ് ആൻഡ് ഇൻഡെക്സ് കൊടുക്കണമെങ്കിൽ അതിൽ എല്ലാ ഹെഡിങ്ങിനും ഹെഡിങ് 2 ഹെഡിങ് 3 എന്നൊക്കെ കൊടുത്തിരിക്കണം. ഫോർ എക്സാമ്പിൾ ഞാൻ ഈ സാധനം ഒന്ന് ക്ലോസ് ചെയ്യട്ടെ. ഓക്കെ, നമ്മളോട് പറഞ്ഞത് magazine.ott ഡോക്യുമെൻറ്റ്സ് ഫോൾഡറിലുണ്ടാവും, അത് പോയി ഓപ്പൺ ചെയ്യാം. നിങ്ങൾക്ക് കാണാൻ പറ്റി ഇതാണ് സംഭവം. ഓക്കെ, നിങ്ങൾക്ക് ഈ സ്റ്റൈൽസുള്ള പെട്ടി ഉണ്ടാവേണ്ടതല്ല, ഇങ്ങനെയായിരിക്കും ഓപ്പണിംഗ് ഉണ്ടാവുക. നിങ്ങൾ നോക്കുമ്പോൾ രണ്ടാമത്തെ പേജ് കാലി, എവിടെയാണ് ഇൻഡെക്സ് കൊടുക്കേണ്ടത്? ഇതുണ്ട്, ഇത് ഹെഡിങ് ആണ്, ഇത് വേറെ ഹെഡിങ് ആണ്. മെയിൻ ഹെഡിങ് രവീന്ദ്രനാഥ് ടാഗോർ അല്ലേ, അത് കഴിഞ്ഞിട്ട് കുറച്ച് കുഞ്ഞ് ഹെഡിങ്, സബ് ഹെഡിങ്സ്, ഒരു ഹെഡിങ് പിന്നെ കുറച്ച് ഹെഡിങ്സ്. അപ്പം ഇതൊന്നും ഇപ്പോൾ ഹെഡിങ് സ്റ്റൈലിലായിരിക്കണം എന്നില്ല. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ കൊണ്ടുപോയിട്ട് ചിലപ്പോൾ നിങ്ങൾ കൊടുത്താൽ വർക്ക് ആവണത്. ഇപ്പോൾ നിങ്ങൾ കൊണ്ടുപോയിട്ട് ഇവിടെ സെക്കൻഡ് പേജിൽ ഇവിടെ കൊണ്ടുപോയി വെച്ചു, നിങ്ങൾ ഇൻസേർട്ടിൽ പോയി ടേബിൾ ഓഫ് കണ്ടൻസ് ആൻഡ് ഇൻഡെക്സ്, ടേബിൾ ഓഫ് കണ്ടൻസ് ഇൻഡെക്സ് കൊടുക്കുക. ഓക്കെ, നിങ്ങളിവിടെ നോക്കി കൊടുത്താൽ ഒന്നും വർക്കായില്ല. കാരണം എന്താണ്? നിങ്ങൾ ഒരു ഹെഡിങ് സ്റ്റൈൽ കൊടുത്തില്ല. സ്റ്റൈൽ കൊടുക്കുമ്പോഴാണ് സ്റ്റൈലുള്ള സാധനങ്ങൾ നമ്മുടെ കമ്പ്യൂട്ടറിന് മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി സ്റ്റൈൽസ് വരിക. സ്റ്റൈൽസ് വരെ നിങ്ങൾ ഈ മാനേജ് സ്റ്റൈൽ അങ്ങ് എടുത്ത് വെച്ചോ, എന്നാൽ സുഖമായി പണി. ഓക്കെ, ഇനി ഇവർ പറഞ്ഞ പോലെ ഇവർ പറയും, ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് എന്താണ്? ഹെഡിങ് 2 എന്നുള്ളത് പോയറ്റ്സിൻ്റെയും പച്ച കളറുള്ള എല്ലാത്തിനെയും എന്താണ് ഹെഡിങ് 2 കൊടുക്കുക. അപ്പോൾ ഇവനെ ഡബിൾ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ട്രിപ്പിൾ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇവനെ ഉദ്ദേശിക്കുന്ന ആളല്ല കേട്ടോ, ആ ലൈനിനെ കേട്ടോ. ആ ലൈനിനെ ഡബിൾ ക്ലിക്ക് ചെയ്താൽ ഒരു വാക്ക് ട്രിപ്പിൾ ക്ലിക്ക് ചെയ്യുക, ടക്ക് ടക്ക് ടക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്നിട്ട് 3 കിട്ടി. എന്നിട്ട് എന്ത് ചെയ്യുക? അവിടെ നോക്കിയാൽ ഹെഡിങ് 2 കൊടുക്കുക, ഹെഡിങ് 2 ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഹെഡിങ് 2 തന്നെയല്ലേ പോയറ്റ്സിനെ കൊടുക്കേണ്ടത്? പോയറ്റ്സ് ഗ്രീനുള്ളത് നമ്മൾ ഹെഡിങ് 2 കൊടുത്തു. ഓക്കെ, ഇനി ഒരു പോയറ്റല്ല കുറേ പോയറ്റ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? അടുത്ത പേജിലേക്ക് വരുന്നു. ഇവർ ഈ ലൈനിനെ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഇനി ഞാൻ ചെയ്തത് ഞാൻ അടുത്ത പേജിലേക്ക് പോയിട്ട് ഈ ലൈനും കൂടി ഡബിൾ ക്ലിക്ക് ചെയ്യുക, പക്ഷേ കൺട്രോൾ നിൽക്കും കേട്ടോ, കൺട്രോൾ നിൽക്കി ട്രിപ്പിൾ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഈ പാബ്ലോ നെറൂഡിയും അതേപോലെ വില്യം ഷേക്സ്പിയറും 2 സെലക്ട് ആയി. ഇനി ഹെഡിങ് 2 ഡബിൾ ക്ലിക്ക് ചെയ്തു, കഴിഞ്ഞു. അപ്പം എല്ലാവർക്കും അത് കൊടുത്തു. കഴിഞ്ഞില്ല, ഹെഡിങ് 3 കൊടുക്കണം, നെയിംസ് ഓഫ് പോയംസിന്. അപ്പോൾ നമുക്ക് പെർപ്പിൾ കൊടുത്ത് ഇത് കൺട്രോൾ നെക്കി പിടിക്കണേ, എന്നാൽ പണി സിമ്പിളായി. അല്ലേ ഓരോന്ന് ഇങ്ങനെ നെക്കി ചെയ്യണം. ഓക്കെ, എല്ലാം ഡബിൾ ക്ലിക്ക് കൺട്രോൾ നെക്കി പിടിക്കരുത്. ഓക്കെ, നെക്കി പിടിക്കണം. ഇനി ഹെഡിങ് 3 കൊടുക്കുക. ഹെഡിങ് 3 കൊടുത്ത് എല്ലാം ആയെന്നൊന്ന് ഉറപ്പിക്കുക. അപ്പോൾ ഇപ്പോൾ ഫുൾ സ്റ്റൈലായതുകൊണ്ട് ഹെഡിങ് 3 ഇവിടെ മാത്രം എന്തൊരു പ്രശ്നമുണ്ടല്ലോ. ഇത് ഹെഡിങ് 3 അല്ലേ വന്നത്? ഹെഡിങ് 3 ഇതെന്താ? ഹെഡിങ് 3 അല്ലേ? ഇതൊരു കളർ വ്യത്യാസം. ഇത് ഹെഡിങ് 3 തന്നെ അല്ലേ? എനിക്ക് സംശയം. ഓക്കെ, പ്രശ്നം ഉണ്ടാകുന്നുണ്ടല്ല, കളറൊക്കെ ശരിക്കും പറഞ്ഞാൽ സെയിം സ്റ്റൈലാണ് വരേണ്ടത്. ഇത് ഹെഡിങ് 2 അന്ന് ഒന്നുകൂടി ക്രോസ് ചെക്ക് ചെയ്യട്ടെ. ഇത് ഹെഡിങ് 2. ഇതെന്തുകൊണ്ട് ഹെഡിങ് 3യിൽ കളർ ഇങ്ങനെ എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങളുടെ ആ പ്രശ്നം വരേണ്ടതായിരിക്കില്ല. ഹെഡിങ് 3 കൊടുത്തു. ഓക്കെ, ഇത്രയും ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഹെഡിങ് 2 ഹെഡിങ് 3 കൊടുത്തു, പ്രോപ്പറായിട്ട് ആ സ്റ്റൈൽ നിങ്ങൾ അപ്ലൈ ചെയ്ത് ഫോർമാറ്റിങ്ങിൽ. ഇനി നിങ്ങൾ ഇൻസേർട്ടിൽ ടേബിൾ ഓഫ് കണ്ടൻസ് ആൻഡ് ഇൻഡെക്സ്, ടേബിൾ ഓഫ് കണ്ടൻറ് ഇൻഡെക്സ് ഓക്കെ കൊടുത്താൽ മതി. ഓക്കെ, സംഭവം കിട്ടി. നിങ്ങളുടെ ഇംഗ്ലീഷ് പോയംസ് രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ അടിയിൽ ഇത്രയും, വില്യം ഷേക്സ്പിയറിൻ്റെ അടിയിൽ ഇത്രയും, പാബ്ലോ നെറൂഡിയുടെ ഇത്രയും. ഓക്കെ, ഇനി നിങ്ങൾക്കൊരു തിയറി ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ തരാം. ഇത് ഞാൻ നെക്കുമ്പോൾ ഒന്നും വരുന്നില്ല, പക്ഷേ കൺട്രോൾ നെക്കി. ഫോർ എക്സാമ്പിൾ എനിക്ക് രവീന്ദ്രനാഥ് ടാഗോറിലേക്ക് പോകണം, കൺട്രോൾ നെക്കി ഇവിടെ ക്ലിക്ക് ചെയ്താൽ രവീന്ദ്രനാഥ് ടാഗോർ എത്തി. ഓക്കെ, ഇപ്പം പാബ്ലോ നെറൂഡിൻ്റെ ലവിലേക്ക് വേണമെങ്കിൽ ഞാൻ ഇത് കൺട്രോൾ നെക്കിയാൽ അവിടെ എത്തി. ഓക്കെ, അതാണ് അതിൻ്റെ പ്രത്യേകത. ഡയറക്റ്റ് ലിങ്ക് ചെയ്യാൻ പറ്റും. അത് തിയറി ക്വസ്റ്റ്യൻ ആണ്, എപ്പോഴും വരാറുണ്ട്. കൺട്രോൾ നിൽക്കണം. അപ്പോൾ ഇത്രേ ഉള്ളൂ. നിങ്ങളോട് എന്ത് ചെയ്യുന്നതാണ്? ഈ ഫയല് സേവ് ദ മാഗസിൻ ടു ഫയൽ. ഓക്കെ, നമ്മൾ സേവ് ആസ് കൊടുക്കും. സേവ് കൊടുക്കരുത്, സേവ് ആസ് ഒരു കോപ്പി ആയിട്ടാണ് സേവ് ആവുക. അപ്പോൾ നമ്മളെവിടെയാണ് ഡെസ്ക്ടോപ്പിൽ നിങ്ങളുടെ exam 10 എന്നുള്ള ഫോൾഡറിൽ എന്താണ് റോൾ നമ്പർ 2025_1 എന്ന് കൊടുക്കുക. ഓക്കെ, അയ്യോ ഇത് സെർച്ച് ആയിപ്പോയി. വീണ്ടും അവിടെ പോകുന്നു.
നിങ്ങളുടെ എക്സാം ടെന്നിൻ്റെ ഉള്ളിൽ ഇവനെ ക്ലിക്ക് ചെയ്തിട്ട് 2025_1 ODT ഫയലാട്ടോ സേവ് ആവുക. ഫയൽ ഫോർമാറ്റൊക്കെ നോക്കി വെച്ചോ. ഓക്കെ, ഇപ്പോൾ ഇവൻ കഴിഞ്ഞു. ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞ് ആക്ടിവിറ്റി 1 കഴിഞ്ഞു. ആക്ടിവിറ്റി 2, an article on cyber security is given. അപ്പോൾ cybersecurity.ott. ഓക്കെ മക്കളെ, ലൈക്ക് ചെയ്താൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്താൽ ലൈക്ക്. ഓക്കെ റെഡി. നിങ്ങളുടെ എക്സാമിന് ഫുൾ മാർക്ക് ഫുൾ A+ കിട്ടട്ടെ. ഓക്കെ, അപ്പോൾ അത് സൈബർ സെക്യൂരിറ്റി ഓപ്പൺ ചെയ്തു. നമുക്ക് ബേസിക്കലി ഇതിൻ്റെ ടേബിൾ ഓഫ് കണ്ടൻസ് ആൻഡ് ഇൻഡെക്സ് കൊടുക്കേണ്ടത്. ഇൻക്ലൂഡ് ദ ടേബിൾ ഓഫ് കണ്ടൻസ് ഓൺ ദ ഫസ്റ്റ് പേജ് ഓഫ് ദി ആർട്ടിക്കൽ. ആദ്യത്തെ പേജ് തന്നെ ഗിവ് അപ്രോപ്രിയേറ്റ് സ്റ്റൈൽ ടു ഓൾ സബ് ഹെഡിങ്സ്. സബ് ഹെഡിങ്സ് ഗ്രീൻ കളറിലാണ് സബ് ഹെഡിങ്സ്. അപ്പോൾ നമുക്ക് നോക്കിയാൽ ഇതൊക്കെയാണ് സബ് ഹെഡിങ്സ്. അപ്പോൾ ഇവിടെ സബ് ഹെഡിങ്, ഇവർ സബ് ഹെഡിങ്. നമുക്ക് സബ് ഹെഡിങ് വേണമെങ്കിൽ ഹെഡിങ് 2 ഹെഡിങ് 3 എന്തെങ്കിലും കൊടുക്കാം കേട്ടോ. ഓക്കെ, കാരണം ഇവിടെ ഒരു ബേസിക്കലി ഇവിടെ കുറേ ഹെഡിങ്സ് ഒന്നും ഇല്ല. അപ്പം ഒരു ഹെഡിങ്ങിൻ്റെ ഉള്ളിൽ ഒരു ഹെഡിങ് അപ്പോൾ പ്രശ്നമില്ല. അപ്പോൾ ഹെഡിങ് 2 വേണമെങ്കിൽ കൊടുക്കാം. ഓക്കെ, ഹെഡിങ് 2 കൊടുക്കാം. വൃത്തിയായല്ലോ. അപ്പോൾ കമ്പ്യൂട്ടറിന് മനസ്സിലായി ഇത് ഹെഡിങ് 1 ഉണ്ടാവുമെന്ന് വിചാരിച്ചിരിക്കുന്നത്. ഇവിടെയാണ് നമുക്ക് കൊടുക്കേണ്ടത്. നമുക്ക് കൊടുത്തു നോക്കാം. ഇൻഡെക്സിൽ നമ്മൾ ഇത് ടേബിൾ ഇൻസേർട്ടിൽ ടേബിൾ ഓഫ് കണ്ടൻസ് ഇൻഡെക്സ് കഴിഞ്ഞു. ഇത്രയുള്ള സംഭവം. നമ്മൾ അവിടേക്ക് പോയി, ഇവിടേക്ക് പോയി, ഇവിടേക്ക് പോയി, ഇവിടേക്ക് പോയി. ഇത്രയുള്ള സംഭവം കഴിഞ്ഞു. ഹെഡിങ് 2 ഹെഡിങ് 3 ഇത് കൊടുക്കാമെന്ന് പറയാത്തതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല. നമുക്ക് നമ്മുടെ ഇത് നോക്കാം. ഹെഡിങ് 2 ആണ് കൊടുക്കേണ്ടത്. ഇത്രയുള്ള സംഭവം. ഓക്കെ, എല്ലാം കഴിഞ്ഞ് സേവ് ആസ് കൊടുക്കുക. ഓക്കെ, വീണ്ടും Ctrl+Shift+S സേവ് ആസ് ആണ്. നിങ്ങളുടെ ഹോമിൽ ഉണ്ടാകുന്നതാണ് എക്സാം 10. ഞാനിവിടെ 2025_ സെർച്ച് ആയിപ്പോയി 2025_2. ഓക്കെ കഴിഞ്ഞു. ഈ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, an article olympics.ott ഫയൽ ഓപ്പൺ ആണ്. olympics.ott. ഓക്കെ, ഇനി എന്താണ് ചെയ്യേണ്ടത്? ടേബിൾ ഓഫ് കണ്ടൻസ് ആൻഡ് ഇൻഡെക്സ്. ഹെഡിങ് 1 മോഡേൺ ഒളിമ്പിക്സ് ഗെയിമിന് കൊടുക്കുക. മോഡേൺ ഒളിമ്പിക്സ് ഗെയിം. ഞാൻ ഓപ്പൺ ചെയ്ത ഫയൽ മാറിപ്പോയോ? ഫയൽ മാറിയാൻ ചെറിയൊരു സംശയം. ഞാൻ ഓപ്പൺ ചെയ്താൽ മാറിപ്പോയി. olympics.ott. ഒളിമ്പിക്സ്. ഓക്കെ, അപ്പോൾ olympics.ott മോഡേൺ. ഇതിന് എന്താണ് ഹെഡിങ് 1 കൊടുക്കുക. സ്റ്റൈൽസ് ഇവിടെ നിങ്ങൾ കണ്ടില്ല. എന്ത് ചെയ്യാം മക്കളെ? സ്റ്റൈൽസിലേക്ക് വരെ മാനേജ് സ്റ്റൈൽ. എങ്കിൽ നിങ്ങൾ ഹെഡിങ് 1 ഇവിടുന്ന് കൊടുത്താലും മതി. ഓക്കെ, ബാക്കിയുള്ളവർക്കൊക്കെ എന്താണ് കൊടുക്കേണ്ടത്? ബാക്കിയുള്ളവർക്ക് ഹെഡിങ് 2 ഓൾ സബ് ഹെഡിങ്സ്. ഓക്കെ, അപ്പം ഇവനെ കൺട്രോൾ വീടണം കേട്ടോ. കൺട്രോൾ ഞെക്കിക്കൊണ്ട് ഞാൻ സ്ക്രോളും കൂടി ചെയ്താൽ വലിപ്പം കൂടും, സൂമാ. ഓക്കെ, കൺട്രോൾ ഇവിടുന്ന് ഇനി ഞാൻ കൺട്രോൾ വിട്ടു. ഓക്കെ, കൺട്രോൾ ഞെക്കി കൺട്രോൾ വിട്ടു. ഓക്കെ, കൺട്രോൾ ഞെക്കി. ഓക്കെ, ഇത്രയുള്ള സംഭവം. ഇവരൊക്കെ നമുക്ക് ഹെഡിങ് 2 കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് വേണം സ്റ്റൈലിൽ വന്നിട്ട് മാനേജ് സ്റ്റൈൽസ് കൊടുക്കുക. അല്ലെങ്കിൽ ഹെഡിങ് 2 കൊടുത്താൽ കഴിഞ്ഞ പരിപാടി. ഓക്കെ, ഇനി ഇവർക്ക് വേണ്ടത് എന്താണ്? ടേബിൾ ഓഫ് കണ്ടൻസ് ഷുഡ് ബി ഇൻക്ലൂഡ് ഇൻ ദ ഫസ്റ്റ് പേജ് ഓഫ് ദി ആർട്ടിക്കിൾ ഇറ്റ്സെൽഫ്. അപ്പോൾ ഫസ്റ്റ് പേജിൽ അവർ ഉദ്ദേശിക്കുന്ന ഒക്കെ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന ഇൻസേർട്ട് പേജ് ബ്രേക്ക് ഒന്നും വേണ്ട ആവശ്യമില്ല. എനിക്ക് തോന്നുന്നത് നമുക്ക് വെറുതെ കൊടുക്കാം. ഓക്കെ, ഇതിൻ്റെ ഈ പിക്ചർ കഴിഞ്ഞിട്ട് ഞാൻ കൊടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇൻസേർട്ട് പേജ് ബ്രേക്ക് വേണം ഇവിടെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും. നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ നമുക്ക് ഇൻസേർട്ട് എന്താണ് ടേബിൾ ഓഫ് കണ്ടൻസ് ഇൻഡെക്സ് ഇത് കൊടുക്കുക. ഓക്കെ, കഴിഞ്ഞു. ഫസ്റ്റ് പേജിൽ തന്നെ വേണമെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പേജിലായി. പിന്നെ അടുത്ത പേജിൽ തുടങ്ങി കൺട്രോളിലേക്ക് ചെക്ക് ചെയ്താൽ ലിങ്ക് പോയി. കഴിഞ്ഞു. Ctrl+Shift+S സേവ് കൊടുക്കുക. നിങ്ങളുടെ ഡെസ്ക്ടോപ്പിൽ 2025 സപ്പോർട്ടിങ് ഫയൽസ് അല്ല, സോറി, നിങ്ങൾക്ക് എക്സാം 10 ആണല്ലോ. ഇവിടെ ഫയലിനൊക്കെ 2025_3 സേവ്. ഓക്കെ, ഇവർ വേറെ ഒന്നുമായിട്ടല്ല സേവ് ചെയ്യാൻ പറഞ്ഞത്. സേവ് ദ മോഡിഫൈഡ് ഫയൽ രജിസ്റ്റർ. ഓക്കെ, അതും കഴിഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ ആക്ടിവിറ്റി 4. ഓക്കെ, ഇനി ഹെഡിങ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഹെഡിങ്ങിൻ്റെ സ്റ്റൈൽ കസ്റ്റമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയും. ഓക്കെ, അത് നമുക്ക് നോക്കാം. സരോജിനി നൈഡു ഓപ്പൺ ചെയ്യാം. ഓക്കെ, സരോജിനി നൈഡു ഓപ്പൺ ചെയ്തു. ഓക്കെ, ദിസ് ഫയൽ ഇൻക്ലൂഡ്സ് 2 ന്യൂ സ്റ്റൈൽസ്. ഫ്രീഡം ഫൈറ്റർ ഫോർ ഹെഡിങ് 1. ഓക്കെ, ദിസ് ഫയൽ ഇൻക്ലൂഡ്സ് 2 ന്യൂ സ്റ്റൈൽസ്, നെയിംലി ഫ്രീഡം ഫൈറ്റർ എന്ന് പറഞ്ഞ സ്റ്റൈലിൻ്റെ ഹെഡിങ് 1-നും കാറ്റഗറിയിൽ, സരോജിനി നൈഡു എന്ന് പറഞ്ഞ സ്റ്റൈലും ഉണ്ട് ഹെഡിങ് 2 കാറ്റഗറിയിലും. ഓപ്പൺ ദിസ് ഫയൽ ആൻഡ് ഗിവ് ഫ്രീഡം ഫൈറ്റർ സ്റ്റൈൽ ഫോർ മെയിൻ ഹെഡിങ്. അപ്പം മെയിൻ ഹെഡിങ് എന്ന് പറയുമ്പോൾ സരോജിനി നൈഡു ആണ്. അയാൾക്ക് സ്റ്റൈൽ കൊടുക്കേണ്ടത് മാനേജ് സ്റ്റൈൽസ് നിൽക്കുക. നിങ്ങൾ നോക്കിയാൽ ഹെഡിങ്ങിൻ്റെ ഉള്ളിൽ ഹെഡിങ് 1 അല്ല, ഹെഡിങ് 1-ൻ്റെ ഉള്ളിൽ അവർ പറഞ്ഞു ഫ്രീഡം ഫൈറ്റർ. ഡബിൾ ക്ലിക്ക് ചെയ്താൽ കഴിഞ്ഞു. ഓക്കെ, കഴിഞ്ഞു. ഇനി അടുത്തത് ഹെഡിങ് ആൻഡ് സരോജിനി നൈഡു സ്റ്റൈൽ ഫോർ ഓൾ സബ് ഹെഡിങ്. ഈ പച്ച കൊടുത്തിരിക്കുന്ന എല്ലാവർക്കും കൂടി ഓക്കെ, അവർക്കെന്താണ് ഹെഡിങ് 2-ൻ്റെ ഉള്ളിൽ സരോജിനി നൈഡു ഉണ്ട്, അതാണ് കൊടുക്കേണ്ടത്. ഓക്കെ, നല്ല കൺഫ്യൂഷൻ ആക്കി വെച്ചിട്ടില്ലേ? ഹെഡിങ്ങിൻ്റെ പേര് വേറെ ആൾക്കാർക്ക് കൊടുക്കുക. ഓക്കെ, അയാളുടെ പേരും ഫുൾ കൺഫ്യൂഷനാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. ഓക്കെ, ഡബിൾ ക്ലിക്ക് കഴിഞ്ഞു. ഓക്കെ,
ബയോഗ്രഫീസ് എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് ഇതിൻ്റെ ഉള്ളിൽ ഹെഡിങ് ആയിരുന്നോ എന്ന് അറിയില്ല. കൺട്രോൾ ഷിഫ്റ്റ് ഇല്ല, അല്ലെന്ന് ഹെഡിങ് 3 വല്ല ആയിരിക്കും, പക്ഷേ അതെനിക്കൊന്നും തെറ്റിപ്പോയെന്ന് അറിയാം. സബ് ഹെഡിങ്സ്. ദെൻ മേക്ക് ദ ഫോളോയിങ് ചേഞ്ച് ടു സരോജിനി നായിഡു. ഓക്കെ, ദെൻ അത് കഴിഞ്ഞിട്ട് സരോജിനി നായിഡുവിന് ചേഞ്ച് ചെയ്യണം. അപ്പോൾ നമുക്ക് സരോജിനി നായിഡു ഹെഡിങ് 2 റൈറ്റ് ക്ലിക്ക് ചെയ്ത് എനിക്കൊന്ന് മോഡിഫൈ ചെയ്യാം. ഓക്കെ, മോഡിഫൈ ചെയ്ത് എന്താ ചെയ്യേണ്ടത്, അതിൻ്റെ ഫോണ്ട് ഫാമിലി നോട്ടോ സാൻസ് ആക്കുക. അപ്പോൾ നമുക്കിവിടെ കുറേ കാര്യങ്ങളുണ്ട്. ഫോണ്ടിലേക്ക് വരുന്നു നമുക്ക് ഇംഗ്ലീഷ് കാര്യമായിട്ട് നമ്മൾ വെസ്റ്റേൺ ഫോണ്ട് ഫാമിലി നോട്ടോ സാൻസ്. ഓക്കെ, നോട്ടോ സാൻസ് ആയി. 110 ആക്കണം ഫോണ്ട് സൈസ്, അങ്ങനെ തന്നെയാണ്. ഫോണ്ട് കളർ ബ്ലൂ ആക്കണം. ഫോണ്ട് എഫക്സിൽ മജന്റ മാറ്റിയിട്ട് ബ്ലൂ. ഓക്കെ, ആ പേര് വരും, അപ്പോൾ പിന്നെ കൺഫ്യൂഷൻ ഇല്ല. ഈ 3 കാര്യങ്ങളാക്കി നിങ്ങൾ അപ്ലൈ ഓക്കെ കൊടുത്താൽ കഴിയും. ഓക്കെ, അപ്ലൈ ഓക്കെ രണ്ടൊന്നും കൊടുത്തേക്ക് സേഫ്റ്റിക്ക്. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സരോജിനി നായിഡു കഴിഞ്ഞു, നിങ്ങളുടെ ഹെഡിങ് എഡിറ്റ് ചെയ്തു, പരിപാടി കഴിഞ്ഞു. ഈ സ്പേസിനെ പറ്റി നിങ്ങളൊന്നും ആലോചിക്കേണ്ട, നിങ്ങൾ ചെയ്തതല്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു, കൺട്രോൾ ഷിഫ്റ്റ് എസ് കൊടുക്കുന്നു, സേവ് കൊടുക്കുന്നു, നിങ്ങളുടെ ഫയലിൽ കൊണ്ട് സേവ് ചെയ്യുന്നു. ഓക്കെ, ഡെസ്ക്ടോപ്പ് എക്സാം 10 നിങ്ങൾക്ക് ഹോമിലായിരിക്കും ഉണ്ടാവുക 2025_4. ഓക്കെ, ODT. ഇത്തരം സംഭവങ്ങൾ കഴിഞ്ഞു, സിമ്പിൾ. ഓക്കെ, ഇത് നമ്മൾ എഡിറ്റ് ചെയ്തു, പരിപാടികൾ ചെയ്തു. ഇനി അടുത്തത്, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു. നെക്സ്റ്റ് നമ്മൾ ചെയ്യാവുന്നത് അടുത്തത് മോണ്യുമെൻറ്റ്സ് ഓപ്പൺ ചെയ്യുന്നു. ഓക്കെ, മോണ്യുമെൻറ്റ്സ് മേലെ മോണ്യുമെൻറ്റ്സ് നമ്മൾ ഓപ്പൺ ചെയ്തു. ഓക്കെ, OTTയും ODTയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നിങ്ങളൊന്ന് ചാറ്റിലിട്ട് കമൻസിലിട്ട്. ഓക്കെ, എക്സാം ഡോക്യുമെൻറ്റ്സ് ഓപ്പൺ ചെയ്യുന്നത് ഹെഡിങ് 1 കൊടുക്കുന്നു ഫോർ മെയിൻ ഹെഡിങ്സ്, ഹെഡിങ് 2 സബ് ഹെഡിങ്സ് കൊടുക്കുന്നു. മെയിൻ ഹെഡിങ്സ് ആർ നമ്പേർഡ്. ഓക്കെ, നമ്പർ ഉള്ളതൊക്കെ മെയിൻ ഹെഡിങ്ങാണ്. ഓക്കെ, കൺട്രോൾ വിടുന്നു, കൺട്രോൾ നിൽക്കുന്നു. ഓക്കെ, ട്രിപ്പിൾ ക്ലിക്ക് ചെയ്യണം, എന്നാലേ ലൈൻ മൊത്തം സെലക്ട് ആവാം. ഓക്കെ, 3 തവണ ഗോൽ ഗുംബാസ്. ഓക്കെ, കൺക്ലൂഷൻ ഇല്ല, നമ്പേർഡല്ല. ഇവനെ നമുക്ക് ഹെഡിങ് 1 കൊടുക്കണം. ഹെഡിങ്ങിൽ വരുന്നു, ഹെഡിങ് 1 കൊടുക്കുന്നു, ഡബിൾ ക്ലിക്ക്. ഓക്കെ, ഹെഡിങ് 1 ആയി. ഓക്കെ, ഹെഡിങ് 1 സ്റ്റൈൽ മാത്രം. ഹെഡിങ് 2 എന്താണ്, അവന് സബ് ഹെഡിങ്സ് റെഡ് കളറുള്ളവരൊക്കെ. ഇനിയുണ്ട് റെഡ് കളറിൽ ഇല്ല, ഇവരൊക്കെ ഹെഡിങ് 2 കൊടുക്കുക, ഡബിൾ ക്ലിക്ക്, കഴിഞ്ഞു. ഹെഡിങ് 2 കൊടുത്തു, വലിയ രസമൊന്നുമില്ല, പക്ഷേ ഓക്കെ. ഇനി ഹെഡിങ് 1 സ്റ്റൈൽ മാത്രം. അപ്പോൾ നമ്മൾ ഹെഡിങ് 1 ഇവിടേക്ക് വരിക, റൈറ്റ് ക്ലിക്ക് നിൽക്കുക. ഓക്കെ, മോഡിഫൈ ചെയ്തു. അവന് ബേബൽ യൂണിക്കോഡ് ആക്കണം. അപ്പോൾ ഫോണ്ടിലേക്ക് വരിക, നമുക്ക് വെസ്റ്റേൺ ആണ് വേണ്ടത്, ബേബൽ യൂണിക്കോഡ് വന്നു. ഓക്കെ, ഫൈൻ. 135 ആക്കണം, സൈസ് 135. ഓക്കെ, പെർപ്പിൾ ആക്കണം. ഫോണ്ട് എഫക്ട്സിൽ വരിക, ഓട്ടോമാറ്റിക് മാറ്റിയിട്ട് പെർപ്പിൾ, ഇതായിരിക്കും പെർപ്പിൾ. ഈ ലൈനിലുള്ള കളേഴ്സാണ് പൊതുവെ കൊടുക്കുക, ഇതല്ല, ഇതാണ് പെർപ്പിൾ. ഓക്കെ, അപ്ലൈ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ കുറച്ചുകൂടെ രസമായി. ഓക്കെ, സമ്മതിച്ചു. ഇനി സേവ് ദിസ് ഫയൽ നമ്മൾ സേവ് ചെയ്യുന്നത് കൺട്രോൾ ഷിഫ്റ്റ് എസ്, അല്ലെങ്കിൽ സേവ് ആസ് കൊടുക്കണേ. അപ്പോൾ ഡെസ്ക്ടോപ്പിൽ 25 എക്സാം 10 നമ്മുടെ എത്രാമത്തെ ദിവസം 5ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, 25_6_5. ഓക്കെ, ഇത്രയും ചെയ്ത് കഴിഞ്ഞു, ഇതും കഴിഞ്ഞു, ക്വസ്റ്റ്യൻ കഴിഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, ആക്ടിവിറ്റി 5 കഴിഞ്ഞു. ആക്ടിവിറ്റി 6 മക്കളെ എൻഡേഞ്ചേർഡ് സ്പീഷീസ് ഓപ്പൺ ചെയ്യുക, ഹെഡിങ് 1 ഹെഡിങ് 2 കൊടുക്കുക, ഫോണ്ട് ഫാമിലി ചെറുതായിട്ട് മാറ്റുക, ഹെഡിങ് 2 കഴിഞ്ഞു. സിമ്പിൾ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് എൻഡേഞ്ചേർഡ് സ്പീഷീസ്. ഓക്കെ, എൻഡേഞ്ചേർഡ് സ്പീഷീസ് ഓപ്പൺ ചെയ്യുക, മെയിൻ ഹെഡിങ് പ്രൊട്ടക്ഷൻ ഓഫ് എൻഡേഞ്ചേർഡ്. ഇവരെന്താ കൊടുക്കുക, ഹെഡിങ് 1. ഹെഡിങ് ഇവിടെ സ്റ്റൈൽസ് ഇല്ലെങ്കിൽ സ്റ്റൈൽസിൽ വരിക, മാനേജ് സ്റ്റൈൽസ് വരിക. അപ്പോൾ ഇത് വന്നു. ഓക്കെ, പിന്നെ ഹെഡിങ് 1 ഡബിൾ ക്ലിക്ക് കൊടുക്കുക. ബാക്കിയുള്ളവരൊക്കെ ആയിരിക്കും ഹെഡിങ് 2. ഓക്കെ, നമ്മുടെ ചെക്ക് ചെയ്യട്ടെ. ഹെഡിങ് 2 എന്താണ്, ഗിവൺ ഇൻ ബ്ലൂ കളർ. ഓക്കെ, ബ്ലൂ കളറുള്ളവരൊക്കെ ഹെഡിങ് 2 ആയിട്ട് കൊടുക്കുക. ഇത്ര ഉണ്ടാവുള്ളൂ. താങ്ക് യു. ഇവിടെ മേലേക്ക് വരിക, ഹെഡിങ് 2 കൊടുക്കുന്നു. ഇനി നമ്മൾ ഈ ഹെഡിങ് 2 എഡിറ്റ് ചെയ്യണം. റൈറ്റ് ക്ലിക്ക് നിൽക്കുന്നു, മോഡിഫൈ കൊടുക്കുന്നു. ഓക്കെ, എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുന്നത്, ജെൻറ്റിയം ബേസിക് ആണ്. ഫോണ്ടിലേക്ക് വരിക, ജെൻറ്റിയം ബേസിക്. ഓക്കെ, അയ്യോ അത് മാത്രമല്ലായിരുന്നു, സോറി, എൻ്റർ കൊടുത്ത്. ഹെഡിങ് 2 ഒന്നുകൂടി മോഡിഫൈ, ജെൻറ്റിയം ബേസിക് ഉണ്ടാവും. പിന്നെന്താണ്, അണ്ടർലൈൻ കൊടുക്കണം. ഓക്കെ, ഫോണ്ട് സൈസ് 110 എൻ്റർ അടിക്കാൻ വരട്ടെ. കളറ് ഗ്രീൻ, അണ്ടർലൈൻ സിംഗിൾ. അപ്പോൾ ഇവിടെ ഇരിക്കും വരിക, കളറ് ഗ്രീൻ കൊടുക്കണം. ഇത് ഗ്രീനാണോ, ലൈമാണ്, ഇതാണ് ഗ്രീൻ. അണ്ടർലൈൻ, ഓവർലൈനിങ്, അണ്ടർലൈൻ സിംഗിൾ. അത്രയും മതി. അതിന് കളറൊന്നും അവർ പറഞ്ഞില്ലാട്ടൊന്നും നമ്മളൊന്നും ചെയ്യണ്ട. ഓക്കെ കൊടുക്കുക, വേണം അപ്ലൈയും കൊടുത്തോ, കഴിഞ്ഞു.
പരിപാടി കഴിഞ്ഞു, സിമ്പിളായിട്ട് എല്ലാം കഴിഞ്ഞു. ഓക്കെ, Ctrl+Shift+S. ഓക്കെ, ഇതിൽ ഇൻഡെക്സ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. ഇൻഡെക്സ് ചെയ്യാൻ പറഞ്ഞ ക്വസ്റ്റ്യൻ ഇൻഡെക്സ് ചെയ്യാം, ഇൻഡെക്സ് ചെയ്യാൻ പറഞ്ഞില്ലാത്ത ക്വസ്റ്റ്യൻ ഇൻഡെക്സ് ചെയ്യണ്ട. ഓക്കെ, ടേബിൾ ഓഫ് കണ്ടൻസാണ് ഇൻഡെക്സ് ആണ് ഉദ്ദേശിച്ചത്. 4 ക്വസ്റ്റ്യൻ ചെയ്തു. 20 ഇവിടെ ക്ലിക്ക് ചെയ്തില്ലെങ്കിൽ സെർച്ച് ആവും 2025_6. ഓക്കെ, എനിക്ക് തോന്നുന്നു അത്രേ ഉള്ളൂ നിങ്ങൾക്ക് സ്റ്റൈൽസ് ആൻഡ് ഫോർമാറ്റിങ്ങിൽ. ഇനി വരുന്നത് ഓക്കെ ഈ ഒരു ക്വസ്റ്റ്യൻ കൂടി 7th ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. ഓക്കെ, അപ്പോൾ അതും കൂടി ചെയ്യാം. അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് മെയിൽ മെർജ് ക്വസ്റ്റ്യൻസ് ഉള്ളൂ. ഓക്കെ, അപ്പോൾ ആർട്ടിക്കിൾ ഓൺ ഇന്ത്യൻ സിനിമാസ് ഗിവൺ indian_cinemas.ott അത് ഓപ്പൺ ചെയ്തോ. To give all the subheading the same style, open this file in LibreOffice Writer and create a new heading style called cinema. നമ്മൾ ഹെഡിങ് സ്റ്റൈൽ ഉണ്ടാക്കണം. ഓക്കെ, ഇൻ ഹെഡിങ് സ്റ്റൈൽ കോൾഡ് സിനിമ. ഇതിൽ സിനിമ ഉണ്ട്, ഇവിടെ ഇല്ല അല്ലേ, ഹെഡിങ്ങിലില്ല. ഓക്കെ, ഹെഡിങ്ങിൽ നമ്മൾ അവിടെ ഉണ്ടാക്കണം, ന്യൂ കൊടുക്കണം. അപ്പോൾ നമ്മൾ എന്താണ് സിനിമ, പേരെന്താണ് സിനിമ. ഓക്കെ ഓക്കെ സോറി, ദിസ് ഷുഡ് ബി ക്രിയേറ്റഡ് ഇൻ ദ ഹെഡിങ് 2 സെക്ഷൻ. അപ്പോൾ ഞാൻ അത് ക്യാൻസൽ കൊടുക്കട്ടെ. ഹെഡിങ് 2 ഹെഡിങ്ങിലല്ല, ഹെഡിങ് 2ൻ്റെ ഉള്ളിൽ. ഓക്കെ, റൈറ്റ് ക്ലിക്ക് ന്യൂ, ഹെഡിങ് 2ലാണ് വേണ്ടത് സിനിമ. ഓക്കെ, ഓ സിനിമ അപ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അതിൻ്റെ പ്രത്യേകതകൾ. സബ്ഹെഡിങ്സ് ഗിവൺ ഇൻ ഗ്രീൻ, അത് നമുക്ക് പിന്നെ ചെയ്യാം. ഫോണ്ടിലേക്ക് വരാം. ക്യാൻറ്ററൽ അയ്യോ ഞാൻ ഓക്കെയിലേക്ക് പോയി. ഹെഡിങ് 2ൻ്റെ ഉള്ളിൽ ഇവിടെ നിങ്ങൾക്ക് മോഡിഫൈ ആക്കാം. ഓക്കെ, എവിടെയും പോയിട്ടില്ല, അവിടെ തന്നെ ഉണ്ട്. ഹെഡിങ് 2 ക്യാൻറ്ററൽ 110. ഓക്കെ, ഇൻഡിഗോ ഔട്ട്ലൈൻ എന്താണ് വേണ്ടത്, ഫോണ്ട് കളർ. ബോൾഡിനെ പറ്റിയൊന്നും പറഞ്ഞില്ല, അപ്പോൾ നമുക്ക് അങ്ങനെ തന്നെ വിടാം. ഫോണ്ട് കളർ ഇൻഡിഗോ ഔട്ട്ലൈൻ. ഇൻഡിഗോ ഇതാണ്. ഔട്ട്ലൈൻ എന്ന് പറയുമ്പോൾ എനിക്കൊന്ന് ഔട്ട്ലൈൻ വേണം എന്നാണോ, ഔട്ട്ലൈനിനെ പറ്റി ഇവിടെ കൊടുത്തിട്ടില്ല. ഇന്ന് ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും മാറിപ്പോയതാണോ, ട്രാൻസ്പെറൻസി ഇല്ല. ഔട്ട്ലൈൻ ഓൺ ആക്കണം. ഓക്കെ, ഔട്ട്ലൈൻ ഇതായിരിക്കും ഔട്ട്ലൈൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ആയിരിക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടിനെ ടീച്ചറിനോടും ചോദിക്കുക. ഓക്കെ, അപ്ലൈ കൊടുത്തു. പക്ഷേ ഇത് എവിടെ ആയിട്ടില്ല, കാരണം എന്താ, നമ്മൾ ആർക്കും അപ്ലൈ ചെയ്തിട്ടില്ല. സിനിമ എന്താണ്, സബ് ഹെഡിങ്സ് ആർ ഗിവൺ ഇൻ റെഡ്. അപ്പോൾ സബ് ഹെഡിങ്സ് റെഡിനുള്ളവനൊക്കെ ഇത് കൊടുക്കുക. ഓക്കെ, ഇതിലേക്ക് ഓക്കെ ട്രിപ്പിൾ ക്ലിക്ക് ചെയ്യുക, കൺട്രോളിലേക്ക് വിടുക, കൺട്രോളിലേക്ക് ട്രിപ്പിൾ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, റെഡിലുള്ളവന്മാരെയൊക്കെ സെലക്ട് ചെയ്യുക. ഇത് ഇനി ഞാൻ സിനിമ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. അപ്പം ഇങ്ങനെയാണ് വരേണ്ടത്. ഓക്കെ, ഇതായിരിക്കണം അവരുദ്ദേശിച്ചത്. സിനിമ ടു ഹോൾ സബ് ഹെഡിങ്സ് ഇൻ ദി ആർട്ടിക്കൽ കഴിഞ്ഞു. Ctrl+Shift+S സേവ് ആസ്. നിങ്ങൾ അത് അറിയാത്തവർക്ക് വേണ്ടി കാണിച്ചാൽ ഇവിടെ ഫയലിൽ വരിക, സേവ് ആസ് കൊടുക്കുക കേട്ടോ, വേറെ ഒന്നും ചെയ്യണ്ട. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ ഹോമിൽ എക്സാം 10 കിട്ടും 2025_7. അയ്യോ സെർച്ച് അല്ലായിരുന്നു വേണ്ടത്, ഇവിടെ 2025_7. ഓക്കെ, അതോടെ നിങ്ങളുടെ സ്റ്റൈൽസ്, ഫോർമാറ്റിംഗ്, ഇൻഡെക്സ് ആൻഡ് ടേബിൾ മൊത്തം കഴിഞ്ഞിരിക്കുകയാണ്. ഓക്കെ, ഇനിയുള്ള സംഭവങ്ങൾ നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നത് മെയിൽ മെർജ് ആണെന്ന് തോന്നുന്നു. അല്ല, ഇതുണ്ട് ആക്ടിവിറ്റി 8 നിങ്ങളങ്ങ് ചെയ്താൽ space.ott ഓപ്പൺ ചെയ്യുക, ക്രിയേറ്റ് ന്യൂ ഹെഡിങ് സ്റ്റൈൽ സ്പേസ്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുള്ളൂ, നേരത്തെ ചെയ്തതിനെ കാട്ടുള്ളൂ, വേറെ പുതിയ സംഭവങ്ങളൊന്നുമില്ല. ഫിസിയോഗ്രാഫിക് ഡിവിഷൻസ് OTT നമ്മൾ ഹെഡിങ് 1ൻ്റെ ഉള്ളിൽ ഉണ്ടാക്കിയ ഇന്ത്യ, നിങ്ങൾക്ക് ചെയ്യാവുന്നുള്ളൂ. സിമ്പിൾ കാര്യമാണ്. ഓക്കെ, സിമ്പിൾ കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഞാൻ അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇത് നമ്മൾ അടുത്ത ഇതിൽ നമ്മൾ ODS OTT എടുത്തിട്ട് മെയിൽ മെർജാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം ആ വീഡിയോയിൽ നമുക്ക് കാണാം. അതോടൊത്ത് കഴിഞ്ഞിരിക്കുന്നു. ടാറ്റ ബൈ ബൈ, ഗുഡ് നൈറ്റ്. ലൈവിന് വരാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, എൻ്റെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കരുത്. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം A+ മേടിക്കാൻ മറക്കരുത്.